ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാം കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയോടെ ഇരുന്നിട്ടുള്ള നമ്മുടെ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ മേജറായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ മേജർ പറഞ്ഞാൽ എന്താണ്, ലിസ്റ്റിൻ്റെ ഡേറ്റ് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ലിസ്റ്റ് ആവും. അതേപോലെ തന്നെ സൂയിറ്റ് വാലറ്റ് കണക്ഷൻ ഇപ്പോൾ ഇല്ലെങ്കിൽ SUI വാലറ്റ് കണക്ഷൻ കുറേ ആൾക്കാർക്ക് ഡിഫിക്കൽട്ടി ആയിട്ട് ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം, അതേപോലെ തന്നെ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റും അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം നമുക്ക് ഫ്രീ ആയിട്ട് USDT കിട്ടുന്ന വെബ്സൈറ്റ് ഞാൻ ആൾറെഡി തന്നെ എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല, അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. നിങ്ങൾ തീർച്ചയായും യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ട് USDT നമുക്ക് കിട്ടാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ ഒരു റീസെൻ്റ്ലി വന്നിട്ടുള്ള ആ ലൂട്ട്. നമുക്ക് 20 പേരിനെ റെഫർ ചെയ്ത് കയറ്റി എന്ന് പറഞ്ഞാൽ തന്നെ $7 ഇല്ലെങ്കിൽ 20 പേരിൽ കൂടുതൽ കയറ്റിയില്ലെങ്കിൽ എത്ര ആൾക്കാരെ കയറ്റുന്നു അത്രത്തോളം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഡോളർ കിട്ടാനുള്ള ഒരു ഓപ്ഷനും ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോകുന്നത് ഈ സീഡിൻ്റെ അനൗൺസ്മെൻറ്റിലേക്കാണ്. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോൺ ബോക്സ് വാങ്ങുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ മോൺ ബോക്സിന് 200 സീഡ് ടോക്കണാണ് അവർ എന്ത് ചെയ്ത് എൻ്റെ നിന്ന് മേടിച്ചു. എനിക്ക് ആകെ മൊത്തം 378 സീഡ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 200 സീഡ് ഞാൻ ഇവിടെ കൊടുത്തു. അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ന്യൂസ് കേൾക്കുന്നത്, സീഡ് ലിസ്റ്റ് ആവാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ എന്നെക്കാളും ഡിസപ്പോയിൻമെൻ്റ് ഉള്ള ആൾക്കാരുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് 178 102 സീറ്റ്സ് മാത്രമാണ് അവർക്ക് അലോക്കേറ്റഡ് ആയിട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റീസെൻ്റ്ലി വന്നിട്ടുള്ള അനൗൺസ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ എന്താണ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ലിസ്റ്റിൻ്റെ ഡേറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിൻ്റെ ഡേറ്റിലും ഒരു ചെറിയൊരു ട്വിസ്റ്റൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. April 1st 10 days ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ള അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ബിഗ് ന്യൂസ് സീഡ് ഫാം ദ മൊമെൻറ്റ് യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിയർ, മാർക്ക് യുവർ കലണ്ടർ ആൻഡ് സെറ്റ് യുവർ അലാറം ആൻഡ് സ്പ്രെഡ് ദ വേർഡ്. ദ ലിസ്റ്റിംഗ് ഡേറ്റ് ഈസ് ലോക്ക്ഡ് ഇൻ 1/4 സംതിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇയർ കൊടുത്തിട്ടില്ല. എന്തായാലും April 1 തീയതിയാണ്, 10 ദിവസം മാത്രമാണ് നമ്മുടെ ലിസ്റ്റ് ഇല്ലെങ്കിൽ ഈ സീഡ് ലിസ്റ്റ് ആവാനുള്ള ഒരു സമയമുള്ളൂ. അപ്പോൾ April 1 തീയതി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഫൂളാണ് ഈ ഒരു April 1 തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തന്നെ എന്ത് ചെയ്യും, പെട്ടെന്നൊരു അവർക്ക് വല്ലൊരു മാറ്റമൊക്കെ തോന്നിയില്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റൊക്കെ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്നൊരു ഹൈപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരെയും പറ്റിച്ചാണ് ഏപ്രിൽ ഫൂളാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരെയും പറ്റിക്കാനുള്ള സാധ്യതകൾ ഏറെ ഉള്ള ഒരു പ്രൊജക്റ്റാണ് ഈ സീഡ് എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ അവൻ്റെ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ അവൻ്റെ ഒരു ടോക്കൺ എന്നൊക്കെ എക്സ്ചേഞ്ചുകൾ അവർ എന്ത് ചെയ്തിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. ഓഫ് ചെയിൻ കൊണ്ടുവന്നിട്ടില്ല. അവൻ്റെ ഒരു ഡാഷ്ബോർഡ് അവിടെ കൊണ്ടുവന്നു. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നു. അവിടെ നിന്ന് പൈസ ആക്കാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ കുറേ ഉടായ്പ പരിപാടികളും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ എങ്ങനെയാണ് SUI വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. നേരെ ഇവിടെ സീഡ് ഞാൻ ആപ്പ് എടുക്കുന്നുണ്ട്. ഈ സീഡ് ആപ്പിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് സെഷനിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ തൊട്ട് മേലെ തന്നെ കിടക്കുന്നുണ്ടാവും. ഈ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, SUI വാലറ്റ് അല്ലെങ്കിൽ SUI വാലറ്റ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് SUI വാലറ്റ് കണക്ട് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ഇത് ടെലിഗ്രാം ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ടെലിഗ്രാം ബ്രൗസറിൽ നമ്മൾ എക്സ്റ്റൻഷനൊക്കെ ആഡ് ചെയ്യണം. അതൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും SUI വാലറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ SUI വാലറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതിന് ഒരു കാര്യങ്ങളോ KYC ഒരു കാര്യങ്ങളും ചെയ്യേണ്ട. നിങ്ങളുടെ കയ്യിൽ OKX ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു SUI നെറ്റ്വർക്ക് സപ്പോർട്ട് ആവുന്ന വാലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, നേരെ എന്നിട്ട് ക്രിയേറ്റ് വാലറ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ വാലറ്റ് ഇമ്പോർട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വെബിൻ്റെ സീഡിൻ്റെ വെബ് എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഇതൊന്ന് കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ ഒരു SUI വാലറ്റിലേക്കാണ്. അപ്പോൾ ഈ SUI വാലറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൾറെഡി തന്നെ അവിടെ കുറേ അസറ്റും അതേപോലെ തന്നെ ആപ്പും നമ്മൾ ഫാൻറ്റം വാലറ്റിലൊക്കെ കണക്ട് ചെയ്ത പോലെ തന്നെ ഡിസ്കവറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് എവിടെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരെ ബാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഹോമിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. നേരെ ഇവിടെ അസറ്റ് ഉണ്ടാവും, ആപ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആപ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ഓർ എൻ്റർ URL എന്നുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് കോപ്പി ചെയ്തത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അത്ര മാത്രം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, ടെലിഗ്രാം കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിൽ ഒരു കൺഫർമേഷൻ വരും. ആ കൺഫർമേഷൻ കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയി കിട്ടും. ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, SUI വാലറ്റ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊന്ന് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇവിടെ SUI വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് പോപ്പപ്പ് വരിക, നമ്മുടെ ഈ ആപ്പിൽ തന്നെ നമുക്ക് പോപ്പപ്പ് വരും. അപ്പോൾ എത്രയോ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്താണ് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള
കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സൈനിങ് കൊടുക്കുക, ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു സൂയി വാലറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നമുക്ക് ഈ ഒരു വാലറ്റിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസോ ഒരു കാര്യങ്ങളോ ഇല്ലെങ്കിൽ മറ്റു വാലറ്റിലൊക്കെ ഫേസ് ചെയ്യുന്ന പോലെ ഒരു കാര്യങ്ങളും നമുക്ക് എന്താണ് ഇവിടെ വരില്ല. അപ്പോൾ എൻ്റെ വാലറ്റ് സക്സസ്ഫുള്ളി കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ ചെയ്ത് വയ്ക്കുക. ബാക്കിയുള്ള ഈ സീ ടോക്കണൊക്കെ നമുക്ക് ഇനി എന്താണ് വിഡ്രോ ചെയ്യാനോ ഇല്ലെങ്കിൽ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളോ മേജറായിട്ട് എക്സ്ചേഞ്ച് ചെയ്താന്ന് പറഞ്ഞാൽ ഈ ക്യൂ കോയിൻ ആണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മേ ബി അതിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിലൊക്കെ വിഡ്രോ ഒക്കെ വരട്ടെ, ഓഫ് ചെയിൻ വരട്ടെ, ഓൺ ചെയിൻ വരട്ടെ. പക്ഷെ വെറും നമുക്കിനി 9 ദിവസം അല്ലെങ്കിൽ 8 ദിവസം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിനുള്ള ഇതൊക്കെ ഇവർ ചെയ്യുമോ? എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നില്ല. ഈ ലിസ്റ്റിംഗ് ഡേറ്റ് വീണ്ടും മാറ്റി വെക്കാനാണ് ഒരു സാധ്യത. നമ്മളെല്ലാവരും ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു മോൺ ബോക്സ് ഒക്കെ ഫ്രീ ആയിട്ട് തരും. അതൊക്കെ ആയിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു USDT എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കയറി നോക്ക്, എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറണം. ടെലിഗ്രാം ചാനലിൽ കയറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇതിൻ്റെ ഇല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് വെബ്സൈറ്റ് ആണ് ബ്രോ എന്നുള്ളതായിരിക്കും കൂടുതൽ ആൾക്കാരും ചോദിക്കുക. ഇത് കുറേ ക്രിപ്റ്റോ ന്യൂസും ഇല്ലെങ്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസും അങ്ങനെയുള്ള ഓരോ ക്രിപ്റ്റോ ന്യൂസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അവരൊരു എയർ ഡ്രോപ്പ് കൊടുക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊന്നും അല്ല, അതിലൊക്കെ കയറുന്ന പറഞ്ഞ ഭാഷയൊക്കെ വേറെ ആയിരിക്കും, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു 20 ജേംസ് ഇല്ലെങ്കിൽ ഒരു 20K ജേംസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് $7 ഇന്ന് വിഡ്രോ ചെയ്യും, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് ലെവൽ ഉണ്ട്, സെക്കൻഡ് ലെവൽ ഉണ്ട്, തേർഡ് ലെവൽ ഉണ്ട്. ഏത് സാധാരണക്കാരായ ആൾക്കും നമുക്കിതിൽ വെറും ഫോൺ നമ്പറും OTP ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് ഒരാളിനൊക്കെ റെഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് 50 രൂപ 60 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആൾറെഡി തന്നെ എൻ്റെ ഇവിടെ ഒരു പ്രൊഫൈൽ ആൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രൊഫൈൽ എനിക്കിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അവരെന്നെ എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്താണോ ഇല്ലെങ്കിൽ ആക്കിയതാണോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഒരുപാട് റെഫറിലൊക്കെ കയറി കൊണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ലിങ്കും കൂടി ഇട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കയറാം. കയറി എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി ഞാൻ എന്ത് തരാം പറഞ്ഞുതരാം. അപ്പോൾ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺലി തന്നെ നമുക്ക് അവിടെ 90+ എന്നായിരിക്കും നമ്പർ എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഇന്ത്യൻ്റെ കോഡ് എന്താണ്, 91+ എന്നുള്ളതായിരിക്കും ഇന്ത്യൻ്റെ കോഡ്. ആ ഒരു ആദ്യം തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്പർ അടിക്കുക, എന്നിട്ട് OTP എടുക്കുക. OTP എടുത്തിട്ട് നല്ലൊരു പാസ്വേഡ് മറക്കാതെ വെക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നേരെ ഈ പ്രൊഫൈൽ സെഷനിലേക്ക് വരിക, പേഴ്സണൽ സെൻറ്ററിലേക്ക് വരിക. നേരെ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഏത് വാലറ്റിലേക്കാണ് ഇല്ലെങ്കിൽ ഏത് അഡ്രസ്സിലേക്കാണ് ഇല്ലെങ്കിൽ ഏത് എക്സ്ചേഞ്ചിലേക്കാണ് നിങ്ങൾക്ക് ഇവൻ്റെ എയർ ഡ്രോപ്പ് USDT കിട്ടേണ്ടത് എന്നുള്ളൊരു കാര്യം ആ ഒരു അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നേരെ ഇവിടെ വന്നത് തന്നെ ഇവിടെ എയർ ഡ്രോപ്പ് അഡ്രസ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, നേരെ ഈ ബിറ്റ്ഗെറ്റിൽ വരിക. ബിറ്റ്ഗെറ്റ് അല്ല, ഏത് എക്സ്ചേഞ്ചിലേക്ക് വരാം, USDT ERC20 അഡ്രസ്സാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ വന്ന് കൊടുക്കേണ്ടത്. ആ അഡ്രസ്സ് എവിടെയാണ് കിട്ടുന്നത് ഇല്ലെങ്കിൽ എവിടെയാണ് ഏതാണ് ബ്രോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നേരെ ഞാൻ ഇവിടെ ബിറ്റ്ഗെറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ആഡ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്കിവിടെ USDT എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ചൂസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് ERC20 എത്തീരിയം എന്നുള്ളൊരു നെറ്റ്വർക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ ഒരു അഡ്രസ്സാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യാം ബ്രോ, ഇത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക ബ്രോ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി 24 മണിക്കൂർ ഇല്ലെങ്കിൽ ഒന്ന് രാത്രി 12 മണിയാകുമ്പോഴൊക്കെ നിങ്ങൾക്കത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്തായാലും വരും. അപ്പോൾ നിങ്ങൾക്കത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഒരു കാര്യമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഈ ഒരു ഇത് നിങ്ങൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഒരുപാട് USDT ഒക്കെ ഉണ്ടാക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഒക്കെ കിട്ടുള്ളൂ. ആൾറെഡി തന്നെ എയർ ഡ്രോപ്പിലൊക്കെ പൈസ കൊടുത്ത് തളർന്നിരിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ വല്ല പൈസയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.